ഹലോ ഗായ്സ്, അപ്പം നമ്മളെ കുറേ നാൾ കൂടിയാണ് വീഡിയോ വരുന്നത്. ഞാൻ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് വിട്, അതിലെല്ലാം ഇന്നത്തെ മാറ്റം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ബാംഗ്ലൂരിലെ നന്ദി ഹിൽസിലേക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കലൂടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വഴി ഏതാണെന്ന് എനിക്കറിയത്തില്ല. രാവിലെ ഏറ്റു നമ്മൾ നന്ദി ഹിൽസിലേക്കുള്ള ലൊക്കേഷൻ ഇട്ടു. ആ ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. എനിക്ക് തോന്നുന്നു എങ്ങോട്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വണ്ടിയൊക്കെ കാണാം. അല്ലാതെ നിൽക്കുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ വഴിയിൽ. എന്താണെന്നൊന്നും അറിയില്ല, എങ്കിലും പോയി നോക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ നന്ദി ഹിൽസിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ എൻട്രൻസ്. നമ്മൾ ഇവിടുന്ന് വേണം ലെഫ്റ്റ്. ഞാൻ വന്നിടത്തുനിന്ന് ഇവിടുന്ന് ലെഫ്റ്റാണ്. നിങ്ങൾ വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നന്ദി ഹിൽസിലേക്ക് വരുമ്പോൾ നന്ദി ഹിൽസ് സൺറൈസ് പോയിൻ്റ് വ്യൂ ലൊക്കേഷൻ ഇടാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം ലൊക്കേഷൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നന്ദി ഹിൽസ് എന്ന ലൊക്കേഷൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഗ്രാമം പോലെ പ്രദേശത്തേക്കാണ് എത്തുന്നത്. ആ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നന്ദി ഹിൽസ് സൺറൈസ് വ്യൂ പോയിൻ്റ് ലൊക്കേഷൻ ഇട്ടിട്ട് വരാൻ ശ്രമിക്കുക. ഞാൻ വന്നത് ഒരു ഇടദിവസമായിട്ടും അതിന് വലിയ തിരക്കില്ല, എങ്കിലും തിരക്കുണ്ട്. നമ്മളിവിടെ മുകളിൽ ചെന്നിട്ട് അവിടെ 5:30 അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. 5:30 ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആകത്തുള്ളൂ. ഞാനിപ്പോൾ 5 മണി ആയതുകൊണ്ട് നമുക്കൊരു ½ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നേരെ അവിടെ ചെന്നിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് വെച്ച് ഏറ്റവും നമുക്ക് ബൈക്കും കൊണ്ട് പോകാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ആയിട്ടുള്ള ബ്ലോക്കിലേക്ക് ചെല്ലുകയാണ്. ഇവിടം വരെ ഉള്ളൂ, ബാക്കി ബ്ലോക്കാണ്. 5:30 ഓപ്പൺ ആകത്തുള്ളൂ. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ കൂടത്തി എനിക്ക് വഴിയിൽ നിന്ന് 2 ഫ്രണ്ട്സിനെ കിട്ടി. അവർ പറഞ്ഞു ഇതല്ല ഇവിടുത്തെ തിരക്ക്, അങ്ങ് താഴെ വരെ തിരക്ക് കാണണ്ട ഈ സമയം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഏതായാലും വന്ന നല്ല ദിവസം ആയതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും പതിയെ ഒരു 5:30-5:45 കൂടി ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മളിവിടുന്ന് മേലേക്ക് കയറുകയാണ്. അവർ പറഞ്ഞത് ഇവിടുന്ന് ഒരു പാസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടുന്ന് ഇപ്പം പാസ്സൊന്നും എടുപ്പിക്കുന്നില്ല. ഇവിടെ നേരെ കയറ്റി വിടുകയാണ്. എന്തോ തിരക്ക് കുറവുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ ജസ്റ്റ് മുകളിലോട്ട് കയറുവാണ്. അപ്പം നമ്മളങ്ങനെ ചുരം കയറാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നേരെയൊക്കെ വെളുത്ത് വരുന്നത്. ഇവിടെ നേരെയൊക്കെ വിളിക്കുമ്പോൾ ഒരു 7 മണി കഴിയും. നമ്മളെടുത്ത പോലെ ഒന്നുമല്ല. നമ്മൾ ഈ സമയം കാണുമ്പോൾ തന്നെ അറിയാം 5:30 കഴിഞ്ഞ് 5:45 6 മണിയോട് ആയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇവിടെ വെട്ടവും വെളിച്ചമൊന്നും ആയിട്ടില്ല. നമ്മൾ പതിയെ ചുരം കയറി തുടങ്ങുകയാണ്. 39-40 ഹെയർ പിൻ കൊള്ളാനുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു അരമണിക്കൂർ വേണ്ട, അതിനുള്ളിൽ തന്നെ നമ്മൾ ടോപ്പിലെത്തും. നമ്മുടെ ഈ ഫ്രണ്ടിൽ പോകുന്ന ആണ് നമുക്ക് താഴെ നിന്ന് കിട്ടിയത്. ഒരു ചായ കുടിക്കാൻ കയറിയപ്പോൾ കണ്ടതാണ്. ഇവർ ഇവിടെ പഠിക്കുന്ന ആണ് 2 പേര്. ഇവർ ജസ്റ്റ് ഇതിൽ ഒരാൾ നേരത്തെ 2 തവണ പോയിട്ടുണ്ട്, ഒരാൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പം അവൻ്റെ കൂടത്തി ഇറങ്ങിയതാണ്. അവർ കോട കാണണമെന്നുള്ള പ്രതീക്ഷയിൽ ഇറങ്ങിയിരിക്കുകയാണ്. താഴെ വലിയ കോടയൊന്നും കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ മണ്ടയോട്ട് കയറിയപ്പോൾ തൊട്ട് കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഈ വീഡിയോയ്ക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, മണ്ടയിൽ നിന്ന് കാണുന്നത് മൊത്തം കോടയാണ്. അപ്പോൾ അവൻ ഭയങ്കര സന്തോഷത്തിലാണ്. ഇപ്പം കോട കാണാൻ വേണ്ടി വന്നിട്ട് കോട കിട്ടിയെന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ്. നമുക്ക് ഏതായാലും മണ്ടയിലത്തെ വ്യൂ എങ്ങനെയാണെന്ന് നമുക്കൊന്നും അറിയത്തില്ല. നമുക്ക് ഏതായാലും പോയി തന്നെ കാണണം. കയറിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പം നമ്മളങ്ങനെ ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യണം. വണ്ടി പാർക്ക് ചെയ്യാൻ നല്ല വലിയ ഗ്രൗണ്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാൻ ഗ്രൗണ്ട് ഉണ്ടെന്നൊക്കെ പറയുമ്പം ഇത്രയും പ്രതീക്ഷയില്ല. പക്ഷേ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് നല്ലൊരു ഏരിയ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ബൈക്കിന് വേണ്ടി തന്നെയുള്ള, കാറിന് വേണ്ടിയുള്ള ഏരിയ തൊട്ടപ്പുറത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് നമുക്ക് വണ്ടി കൊണ്ടുവന്നാലും ഒരു കുഴപ്പമില്ല, നമുക്കിവിടെ നല്ല സിമ്പിളായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കിനി ഇവിടെ നിന്ന് ഒരു പാസ് എടുക്കാനുണ്ട്. നമ്മൾ താഴെ എന്ന് പറഞ്ഞ പാസ് ഇപ്പോൾ മാറ്റി മുകളിലോട്ടാക്കിയിരിക്കുകയാണ്. അയാൾക്കൊരു 30 രൂപ ചാർജാണ് വരുന്നത്. അതായത് 2 വീലർക്കാണെങ്കിൽ 30, 4 വീലർക്കാണെങ്കിൽ 40-50 തോന്നുന്നു. ഞങ്ങൾ 3 പേർക്കുള്ള പാസ് എടുത്തു. ഇവിടെ റേഞ്ച് ഇച്ചിരി ശോകമാണ്. നമ്മൾ മാക്സിമം കാശുണ്ടെങ്കിൽ ഓക്കെ ആയിരുന്നു. ഞങ്ങളുടെ 2-3 പേരും കയ്യിൽ ക്യാഷിലായിരുന്നു. ഞങ്ങൾ ഗൂഗിൾ പേ ആക്കിയതുകൊണ്ട് നെറ്റ് കുറച്ച് ശോകമായിരുന്നുകൊണ്ട് ചെറിയൊരു വള്ളി കിട്ടി. പക്ഷേ ഞങ്ങൾ ചെയ്തു. നമ്മളെ മെയിൻ എൻട്രൻസ് ആക്കി പാസ് എടുത്ത് കയറി അകത്തേക്ക് പോവാണ്. അവിടെ നിന്നൊരു 500 മീറ്ററോളം അകത്തേക്ക് നടക്കാനുണ്ട്. പേടിക്കാനൊന്നുമില്ല, പോകുന്ന വഴിക്കെല്ലാം ബോർഡുണ്ട്, നല്ല കോടയുണ്ട്. അപ്പം നമ്മളവിടെ നിന്ന് നേരെ പോയത് സൺറൈസ് വ്യൂവിലേക്കാണ്. അപ്പം ഇതാണ് അവിടുത്തെ ചെല്ലുമ്പോൾ, അവിടെ പോയിട്ടുള്ളവർക്ക് കാണുമ്പോൾ അറിയാം, ഇതാണ് അവിടുത്തെ എൻട്രി. ഇതിൻ്റെ മുകളിൽ നിന്നും ഇതിൻ്റെ താഴെ നിന്നുമാണ് മെയിനായിട്ട് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ നല്ല കോട ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് സൺറൈസ് കാണാൻ പറ്റുമെന്നൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാലാവസ്ഥ മാറുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. നമുക്ക് ഏതായാലും നോക്കാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ വ്യൂ. ഇവിടെ നിന്നാലാണ് നോക്കാം മേഘങ്ങൾ താഴെ ഒഴുകി കിടക്കുന്നതൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നല്ല മഞ്ഞുള്ളതുകൊണ്ട് നമുക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. താഴെ മേഘം ഉണ്ടെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഞങ്ങളിങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടിരിക്കുവാണ്. ഇങ്ങനെ നമ്മളെ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കാറ്റ് വീശി മഞ്ഞങ്ങ് മാറിപ്പോവും. പതിയെ സൂര്യനൊക്കെ അവിടെ ആയി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളൊന്നുകൂടി പേടിക്കണ്ട, ഇവിടെ ഫുൾ മാപ്പുണ്ട്. നമ്മൾ കയറുന്ന അവിടെ തന്നെ ഉണ്ട് മാപ്പ്. നിങ്ങൾ ശ്രദ്ധിച്ചില്ല. നിങ്ങൾ കയറുമ്പോൾ ആ മാപ്പിൻ്റെ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ വള്ളിയില്ലാതെ എല്ലായിടത്തും പോയി ചുറ്റിക്കറങ്ങി പോരാൻ പറ്റും. ഇതിവിടുത്തെ ഒരു മെയിൻ കുളമാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നമ്മുടെ പാലയിലെ റബ്ബർ തോട്ടത്തിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ മഞ്ഞിറങ്ങുന്ന പോലെ ഇവിടെ മരത്തിൻ്റെ ഒക്കെ ഇടയ്ക്കൂടെ മഞ്ഞിറങ്ങുന്നത്.